രഹനത്തായെ പറ്റി എന്ത് ചോദിക്കണമെന്ന് അറിയില്ല. എല്ലാവരും തിരയുന്ന ഒരു മുഖം ഇപ്പോഴും അതെ, രഹനത്ത ഓക്കെ ആണോ എന്നുള്ളതാണ്. അവർ തമ്മിൽ ജീവിതത്തിലെ ഒരു വഴക്ക്, ഒരു ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അവർ തമ്മിൽ. നവാസിന് ഇഷ്ടപ്പെട്ട രഹനയ്ക്ക് പാടിക്കൊടുക്കുന്ന ഒരു പാട്ട്. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോല വീഥികളിൽ വേണൂതുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ. എനിക്ക് സ്കൂളിൽ പ്രോഗ്രാം നടക്കും. അപ്പൊ ഞാൻ വാപ്പച്ചോട് ചോദിക്കും എനിക്ക് ഈ ഡ്രസ്സ്, വാപ്പ പറയാതെ എടുത്തോന്ന് പറയും. പക്ഷെ എനിക്ക് നാണമാണ് അങ്ങനെ ചോദിക്കാൻ. പക്ഷെ വാപ്പച്ച പറയും അത് ഒരു കുഴപ്പമില്ല, നീ സ്വന്തമായിട്ട് എടുത്തോ, നീ നിന്റെയാന്ന് വെച്ചെടുത്തത്. ഇത് വാപ്പാടെ ചേട്ടാ. വിവാഹം കഴിഞ്ഞിട്ട് 22 വർഷമായിട്ട് എന്നെ അവരുടെ കൂടെ നിർത്തിയെന്നാണ് പറയാൻ പറ്റുള്ളൂ. അവരുടെ കൂടെ നിർത്തി, എന്നെ വിട്ടില്ല. മോൻ ഞാൻ മാറണമെന്ന് പറഞ്ഞിട്ട് വിട്ടില്ല, എന്നെയും വൈഫിനെയും വിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊണ്ടാകാം, ഉപ്പ വേണം ഇവിടെ എന്നുകൊണ്ടാകാം. വീട്ടിലെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സായിട്ട് വാപ്പാനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വാപ്പച്ച എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഒരു ഇൻഷുറൻസ് കമ്പനിക്കാര് പൈസ മൊത്തം സെറ്റിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ ഒരുപാട് വന്നിട്ടുണ്ട്. 28 ലക്ഷം രൂപ എല്ലാം സെറ്റിൽ ചെയ്തു. ആ വാർത്തയിലെ വാസ്തവം എന്താണ്? ഇത്രയും വർഷം പണിയെടുത്തിട്ട് ചെറിയൊരു വീട്ടിൽ താമസിക്കുന്നു, സമ്പാദ്യങ്ങളൊന്നുമില്ലേ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ഇപ്പൊ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന 2 വണ്ടിയും പുള്ളിയാണ്. ആ വീട് പുള്ളിയുടെ, 1 ഏക്കർ അടുത്ത സ്ഥലമുണ്ട്, ഒക്കെ പുള്ളി ഉണ്ടാക്കിയത്. വേറൊരു വീടും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തു പറയണം എന്ന് എനിക്ക് ഈ അവസരത്തിൽ അറിയില്ല. എങ്കിലും 2 വാക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയേണ്ടതായിട്ടുള്ള ആവശ്യകത ഉള്ളതുകൊണ്ട് തന്നെ നവാസക്കയുടെ അമ്മായിയച്ഛൻ എന്ന് അദ്ദേഹത്തിന് പറയുന്ന ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയില്ല. അച്ഛൻ തന്നെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. പിന്നെ മകനുണ്ട് കൂടെ, 2ാമത്തെ മകൻ. ബാപ്പ 6 മാസമായി മരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളെ വിട്ടു പോയിട്ട്. അപ്പം ഇന്ന് ഈ അവസരത്തിൽ ഓർക്കുമ്പോൾ എന്താ പറയാനായിട്ടുള്ളത്? ഓർക്കുമ്പോൾ കരഞ്ഞു പോവും. കാര്യം എനിക്ക് 2 പെൺപിള്ളേരാണ്. അപ്പോൾ ആൺപിള്ളേരില്ലല്ലോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നാലും ചിന്തിക്കാനുള്ള സമയം പെൺപിള്ളേർ തന്നിട്ടില്ല. അവരെ എല്ലാവരും പൊന്നുപോലെ തന്നെ നോക്കുന്ന. നവാസും ഒരു വേറെ മരുമോനും കൂടി ഉണ്ട് എനിക്ക്. നവാസ് വന്നതിന് ശേഷം ശരിക്ക് 2 മരുമക്കളും മക്കളായി തന്നെ ആണ് എന്നോട് പെരുമാറുന്നത്. എല്ലാം അറിഞ്ഞ് ചെയ്യും. വിവാഹം കഴിഞ്ഞിട്ട് 22 വർഷമായിട്ട് എന്നെ അവരുടെ കൂടെ നിർത്തിയെന്നാണ് പറയാൻ പറ്റുള്ളൂ. അവരുടെ കൂടെ നിർത്തി, എന്നെ വിട്ടില്ല. മോൻ ഞാൻ മാറണമെന്ന് പറഞ്ഞിട്ട് വിട്ടില്ല, എന്നെയും വൈഫിനെയും വിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊണ്ടാകാം, ഉപ്പ വേണം ഇവിടെ എന്നുകൊണ്ടാകാം. സത്യത്തിൽ ഒരു 22 വർഷമായിട്ടൊരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടില്ല. ആ ഡ്രസ്സ് മുഴുവനും മോനാണ് എടുത്തത് തന്നെ. അത് ഒരുപാട് ഡ്രസ്സാകുമ്പോൾ ഞാൻ പറയും വേണ്ട, ഇനി എന്തിനാ എടുക്കുന്നത്. പക്ഷെ എന്നാലും വസ്ത്രങ്ങൾ നമ്മൾ ഇപ്പം എനിക്ക് നാടകം ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പോക്കറ്റ് മണി അറിയാതെ ഞാൻ ചോദിച്ചിട്ടല്ല തരുന്നത്. വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്ത് പോക്ക് വല്ലാണ്ടായിപ്പോയി. അത് ഭയങ്കര നീറ്റല് ഹൃദയത്തിൽ. ഉള്ളതായിട്ട് അറിവുണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും മുമ്പ് മരുന്ന് കഴിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു അസുഖവും ഇല്ല. കാര്യം എനിക്ക് ബൈപ്പാസ് ചെയ്ത ആളാണ്. അപ്പോൾ ബൈപ്പാസിന് പൈസ മുടക്കിയത് നവാസാണ്. അപ്പോൾ ഞങ്ങൾ പൈസ കൊണ്ടിരുന്നപ്പോൾ പൈസയൊക്കെ കെട്ടി AC റൂം, ഇത് ഏറ്റവും വലിയ റൂമും ഏറ്റവും നല്ല ഇതുമായിട്ട് ജോസ് ചക്ക പെരിയവറാണ് എനിക്ക് ബൈപ്പാസ് കഴിഞ്ഞിട്ട് 18 വർഷമായി. നവാസിൻ്റെ മൂത്ത മകൻ്റെ പ്രായമാണ് എൻ്റെ ഇത്.
അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. എന്നെ നടക്കാൻ പറ്റും, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നടക്കും. വീട്ടിൽ എക്സസൈസ് കാര്യങ്ങൾ, ഒരു ദിവസം നമ്മളാരും എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ചെയ്യണം. പിന്നെ ഫുഡ് നിയന്ത്രണം എല്ലാം ചെയ്യുന്ന ആളാണ്. ഇതുവരെ ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖമേ ഞങ്ങൾക്ക് അറിയാനേ പാടില്ല. പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, മരണത്തിന് ശേഷമാണ് ഡോക്ടർ വന്നിട്ട്, ഡോക്ടർ അഹമ്മദ് പറഞ്ഞു ഇങ്ങനെ നെഞ്ചിനൊരു ഇത് വന്നു, അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നെഞ്ചരി. അതപ്പം തന്നെ മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഷൂട്ടിങ് മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും മരുന്നിന് പോകാമെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അതൊരു 6:30 മണിയായപ്പോൾ പുള്ളി രഹനാനെ വിളിച്ചിട്ടുണ്ട്. വിവരമൊക്കെ പറഞ്ഞ് ഞാൻ വരാൻ പോകണാണ്, പിള്ളേർക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചതാണ്. പിന്നെ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് വേറെയാണ്. അത് നമുക്കൊരിക്കലും ഇങ്ങനെ എല്ലാവരും പറയും ഇങ്ങനെ അത് മറക്കാൻ പറ്റില്ല, ഒരിക്കലും ആവില്ല. ഞങ്ങൾ ജീവിക്കണമെന്ന് തന്നെ തോന്നില്ല നമുക്ക്. അത് നമ്മൾ അങ്ങനെ ആയിപ്പോയി എല്ലാവരും. മോളെ ഒന്ന് പിക്കപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള ശ്രമമാണ്. അപ്പം മൂത്ത മോള് ടീച്ചറാണ്. അപ്പം അവൾ വന്ന് ഇടയ്ക്ക് ഇങ്ങനെ പിക്കപ്പ് ചെയ്യാൻ നോക്കും. പിന്നെ അതിലേക്കാണല്ലോ വരുന്നത്. അവസാന നാളുകളിൽ ഒരു ഇന്റർവ്യൂ തന്നത് ഞങ്ങളുടെ ചാനലിലാണ്, ഈജ സിനിമയുടെ. എന്നും അവസാനത്തെ ഇന്റർവ്യൂ അതായിരുന്നു എന്ന് തോന്നുന്നു. ആ അവസരത്തിൽ രഹനത്ത പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും നവാസുക്കയുടെ വൈഫായിട്ട് എനിക്ക് ജീവിക്കണം എന്നുള്ളതാണ്. രഹനത്തയെ പറ്റി എന്ത് ചോദിക്കണമെന്നറിയില്ല. എല്ലാവരും തിരയുന്ന ഒരു മുഖം ഇപ്പോഴും അതെ, രഹനത്ത ഓക്കെ ആണോ എന്നുള്ളതാണ്. അവർ തമ്മിൽ ജീവിതത്തിൽ ഒരു വഴക്ക്, ഒരു ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അവർ തമ്മിൽ. അവർ ഭാര്യ ഭർത്താക്കന്മാരും മക്കളും 3 പേര്, ഞാൻ, വൈഫ്. ആ ലോകം അങ്ങനെയാണ്. പുള്ളി അല്ലാതെ ഒരാളോടൊരു വൈരാഗ്യം ഒരാളെ വൈരാഗ്യം അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ഇന്ന് വരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പുള്ളി എല്ലാം കൊടുക്കുന്ന ആളാണ്. ആര് വന്നാലും ഒരാളെ ആരോഗ്യം നോക്കാറില്ല പുള്ളി. അങ്ങനെ ചെയ്യുന്ന ആളുകളാണ്. എൻ്റെ ഫാമിലിക്കൊക്കെ അറിഞ്ഞ് ചെയ്യുന്ന ആളുകളാണ്. ചോദിച്ചിട്ടല്ല, എല്ലാം അറിഞ്ഞ് ചെയ്യുമല്ല. ആ മോനെന്താ ഇങ്ങനെ ദൈവം കൊണ്ടൊന്ന് വെച്ചൊന്നും അറിയില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ നല്ലവരെ ആദ്യം വിളിച്ചു കൊണ്ടുപോകും എന്നൊക്കെ പറയണം. അങ്ങനെ അപ്പം നമ്മളൊക്കെ ചീത്തയായിട്ട് ജീവിച്ചാൽ മതിയെന്നാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. നമ്മളുടെ ഫീലാണ് പറയുന്നത്. മോനൊരിക്കലും ഒരു ഷൂട്ടിങ് കഴിഞ്ഞാലോ അപ്പം തന്നെ വീട്ടിലേക്ക് വരും, അല്ലാതെ വേറെ എങ്ങും പോകില്ല. ആ വീട്, ആ കുടുംബം, ആ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. ആ വീട് ഭയങ്കര ഇഷ്ടമാണ്. അത് വാസ്തവത്തിൽ അത് പണിതത് എനിക്കും വൈഫിനും വേണ്ടിയാണ് ഞാൻ ഒന്നിച്ച് തന്നതാണ്. പക്ഷെ അവസാനം പുള്ളിക്ക് ആ വീടാണ് ഇഷ്ടം, അവിടെ തന്നെ നിൽക്കുകയും ചെയ്തത്. പുള്ളിയുടെ വീട് ചൂണ്ടിലുണ്ട്, വലിയ വീടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ആ സ്ഥലവും വീടും പുള്ളിയുടെയാണ്. അത് എല്ലാം അവിടെ എല്ലാ വൃക്ഷങ്ങളും പുള്ളിയുടെ. ഇപ്പോൾ അതിൽ നിന്ന് ഒരു ഇല വീഴുമ്പോൾ ഞാൻ സമ്മതിക്കാറില്ല. ഒരു ഇല വീഴാൻ ഞങ്ങളാരും സമ്മതിക്കാറില്ല. അത് പുള്ളിയുടെ ജീവനാണ് വീഴുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താ പറയുക, ഒന്നും പറയാൻ കിട്ടില്ല നമുക്ക്. ദൈവം ആർക്കും അങ്ങനെ വെക്കല്ലേ, ഒരാൾക്കും വയ്ക്കാതിരിക്കട്ടെ. അത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ വേദന അറിയുള്ളൂ നമ്മൾ. വീടിനെ പറ്റി പറഞ്ഞു. അപ്പം കുറച്ചും കൂടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, എന്നോട് ക്ഷമിക്കണം എന്തായാലും. അവസാന നാൾ മരണത്തിന് ശേഷം കുറേ വാർത്തകളിൽ വന്നത് ഇത്രയും വർഷം പണിയെടുത്തിട്ട് ചെറിയൊരു വീട്ടിൽ താമസിക്കുന്നു, സമ്പാദ്യങ്ങളൊന്നുമില്ലേ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നു. വീടിൻ്റെ ഫോട്ടോസൊക്കെ പുറത്തേക്ക് വന്നു. പക്ഷെ അതങ്ങനെ അല്ല അല്ലേ? പുള്ളിയുടെ 1 രൂപ കടമില്ല. പുള്ളി 1 രൂപ ആർക്കും കടമില്ല. ഇപ്പം വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന 2 വണ്ടിയും പുള്ളിയാണ്. ആ വീട് പുള്ളിയുടെ 1 ഏക്കർ അടുത്ത സ്ഥലമുണ്ട്, ഒക്കെ പുള്ളി ഉണ്ടാക്കിയതാണ്. വേറൊരു വീടും ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളി. പിന്നെ സമ്പാദ്യം എന്ന് പറയണത് കയ്യിൽ എത്ര ഉണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ, അത് എങ്ങനെയാണ് കയ്യിലെന്നത്. പക്ഷെ വളരെ നീറ്റായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാൾ പുള്ളി പരിപാടിയും ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും പുള്ളിക്ക് പ്രോഗ്രാമുണ്ട്. പിന്നെ അങ്ങനെ വീട്ടിലൊരു പൈസ ഇല്ലായ്മ എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളി അങ്ങനെ പൈസ ഇല്ലാതെ ചെറിയ വീടൊന്നും അല്ലാതെ പുള്ളിക്ക് അങ്ങനത്തെ വീടാണ് ഇഷ്ടം. പിന്നെ ഒരു ഭയങ്കരമായിട്ടൊക്കെ ഉണ്ടാക്കാനുള്ള അങ്ങനെയൊന്നും പുള്ളി ചെയ്തിട്ടില്ല. പുള്ളി ജോലി എടുക്കുന്നതിൽ ഭൂരിഭാഗവും
മറ്റുള്ളവർക്കായാലും കൊടുക്കാറുണ്ട്, അവർക്കായാലും കൊടുക്കാറുണ്ട്. പിന്നെ പുള്ളി അന്നും പറയും, രേനയും അത് തന്നെയാണ്, ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് വലിയ താല്പര്യക്കാരാണ്. അത് കയ്യിൽ വെച്ചിട്ട് ഇത്ര എന്തിനാണ് പുള്ളി പറയും, നോട്ടെന്നൊക്കെ പറഞ്ഞ കടലാസാണ്, അത് ചിലവാക്കുമ്പോഴല്ലേ പൈസ ആകുന്നത്, അങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. പിന്നെ പുള്ളി ചെറിയ വീട്ടിലൊരു പുള്ളിക്ക് മനോഹരമായ വലിയൊരു വീടൊക്കെ ഉണ്ടാക്കായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നില്ല. പുള്ളിക്ക് വേറെ വീടുണ്ട്, ചൂണ്ടിയിൽ വീട്, 2 നില വീടാണ്, മനോഹരമായ വീടാണ്. അത് വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അതൊന്നുമില്ല. മക്കളെയൊക്കെ സേഫ്റ്റി ആക്കി. ആഡംബരം അങ്ങനെ ചെയ്യില്ല. അത്യാവശ്യത്തിന് ഒരു ഭക്ഷണം കഴിക്കലും മറ്റുള്ളവരെയും കൂടി നോക്കും. അവരും കഴിക്കണമല്ലോ, നമ്മൾ മാത്രമല്ലല്ലോ. പിന്നെ പെരുന്നാൾ അതൊക്കെ അവിടുത്തെ നാട്ടുകാർക്ക് അറിയാം ഇത് ചെയ്യുന്നതേ, എല്ലാവർക്കും അറിയാം. പെരുന്നാൾ വന്നാലും അത് വന്നാലും ഒക്കെ പുള്ളി എല്ലാ വീടുകളിലും ഞാനും പുള്ളി മക്കളും കൂടിയാണ് എല്ലാം കൊണ്ട് കൊടുക്കുക. അത് കൊടുത്തുകൊണ്ട് പറയണമല്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരാളോടും അങ്ങനെ. പിന്നെ ചെറിയ വീട്ടിൽ താമസിക്കാനൊന്നും ഉണ്ടാക്കിയില്ല എന്നൊന്നും പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാര്യം ആ വീട് ഇഷ്ടമാണ് പുള്ളിക്ക്, ഞങ്ങൾക്ക് എല്ലാവർക്കും ആ വീട് ഇഷ്ടം. ഈ മണ്ണുകൊണ്ടുള്ള പണിത വീടാണ്. അങ്ങനത്തെ വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അകത്തളമൊക്കെ ആയിട്ടുള്ള ചെറിയ വീട് ഞങ്ങൾക്കത് മതി. പിന്നെ ആ വീട്ടിലെ വഴി ഞങ്ങളുടെ വീട്ടിലേക്കാണ്, പിന്നെ വഴി ഇല്ല. ആ വീട്ടിലേക്കുള്ള വഴിയാണത്. പിന്നെ വഴിയില്ല. ഇപ്പം ആ റോഡിൻ്റെ പേര് നവാസിൻ്റെ പേര് ഇടാനായിട്ട് അവർ പാസ്സാക്കിയിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നവാസിൻ്റെ പേരാണ് ആ റോഡിനിടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കാരണം എനിക്ക് ഈ മോൻ്റെ സങ്കടം കണ്ടിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എൻ്റെ തൊഴിൽ എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. നവാസിക്ക മരിച്ച് കുറച്ച് നാൾ ഒരാഴ്ച എന്തോ തികയുന്ന സമയത്ത് ഒരു ഇൻഷുറൻസ് കമ്പനിക്കാർ പൈസ മൊത്തം സെറ്റിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ ഒരുപാട് വന്നിട്ടുണ്ട്. 28 ലക്ഷം രൂപ എല്ലാം സെറ്റിൽ ചെയ്തു. ആ വാർത്തയിലെ വാസ്തവം എന്താണ്? ഒരിക്കലും ഇൻഷുറേ ഇല്ല നവാസിനില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ മെഡിസിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു വിശ്വാസത്തിൽ പോകുന്ന ആളാണ്. പുള്ളി രേന അവരുടെ വിശ്വാസം കറക്റ്റായിട്ടുണ്ട് വരെ. അപ്പോൾ അവർ ഇതെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് കാണിച്ച് കഴിക്കുക, അത് അവർക്ക് ഇഷ്ടമല്ല എന്നാണ്. ഇന്ന് വരെയും അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. പുള്ളിയുടെ പേരിൽ പിള്ളേരുടെ പേരിലോ പുള്ളിയുടെ പേരിലോ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഒരിക്കലും ഇല്ല. എനിക്ക് അറിയില്ല. ഇല്ല. മോനോട് എന്ത് ചോദിക്കണമെന്ന് അറിയില്ല, അവൻ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. അല്ല, എനിക്കറിയാം. ഈ കണ്ണ് നിറയുമ്പോൾ എൻ്റെ അച്ഛന് മരിച്ചതാണ്. അപ്പോൾ കണ്ണ് നിറയുമ്പോൾ എനിക്കറിയാം ഒരു വേദന. എങ്കിലും നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നു അല്ലേ അച്ഛൻ? ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് സ്കൂളിലാണെങ്കിലും ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സായിട്ട് വാപ്പാനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വാപ്പച്ച എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. വല്ല വിഷമം സ്കൂളിൽ വല്ല തല്ലടന്നാലോ വല്ല നടക്കാറില്ല, എന്നാലും വല്ല വിഷമം ഉണ്ടെങ്കിലോ വാപ്പച്ച ഒന്ന് ചോദിക്കും എന്തുണ്ടായെന്ന്. അപ്പോൾ ഞാനിതെല്ലാം പറയും. വാപ്പാക്കപ്പോൾ അതിനെ സമാധാനപ്പെടുത്തും, എല്ലാം ചെയ്യും. എപ്പോഴും വാപ്പ കൂടെ ഉള്ളപ്പോൾ സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ പോയപ്പോൾ പിന്നെ എല്ലാം പോയി. മോൻ്റെ ചേട്ടനാണോ അറിയില്ല, നിങ്ങൾ ആരോ ഫേസ്ബുക്കിൽ കുറിക്കാറുണ്ട് ഷർട്ട് വസ്ത്രത്തിനെ പറ്റിയിട്ട്. അതായത് എൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ട് പൊക്കോ എന്ന് പറയുന്ന ഒരു അച്ഛൻ വളരെ അപൂർവമായിട്ടുള്ളൂ. ആ ഷർട്ട് ഇട്ടാമോ നിൽക്കുന്ന ഒരു ഫോട്ടോയും ഇവിടെ ഉണ്ടായിരുന്നു. ശരിക്കും നിങ്ങൾക്കും കൂടെ കൂട്ടിയാണ് അദ്ദേഹം വസ്ത്രം വാങ്ങിക്കാറല്ലേ? എനിക്ക് വാപ്പാടെ എല്ലാ ഡ്രസ്സും എനിക്കിഷ്ടമാണ്. ഞാൻ അപ്പോൾ ഓരോ ഇതിന് പോകുമ്പോഴും എനിക്ക് സ്കൂളിൽ പ്രോഗ്രാം നടക്കും. അപ്പം ഞാൻ വാപ്പച്ചോട് ചോദിക്കും എനിക്ക് ഈ ഡ്രസ്സ്, വാപ്പ പറയാതെ എടുത്തോന്ന് പറയും. പക്ഷെ എനിക്ക് നാണമാണ് അങ്ങനെ ചോദിക്കാൻ. പക്ഷെ വാപ്പച്ച പറയും അത് ഒരു കുഴപ്പമില്ല, നീ സ്വന്തമായിട്ട് എടുത്തോ, നീ നിൻ്റെ ആണെന്ന് വെച്ചെടുത്തത്. ഇത് വാപ്പാടെ ചേട്ടാ. അപ്പോൾ അവർ പറയുന്നത് ആ ഷർട്ടും പാൻറ്റും അവരിടുമ്പോൾ പാപ്പ കൂടെയുണ്ട് എന്നാ പറയണം. അപ്പം അവരെ ആ വസ്ത്രം ഇടുള്ളൂ. പിന്നെ ഈ നാടകം എനിക്ക് വേണ്ടി എഴുതിത്തത്. ആ ഒരു ദിവസം നാടകം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പ്രൊഫഷണലിൽ 19 വർഷമായിട്ട് കളിച്ച ആളാണ്.
അപ്പം ഞാൻ നാടകം ഒരു ഒറ്റ നാടകം കളിക്കണം മോനെ എന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം കൊണ്ട് എഴുതുന്ന നാടകമാണത്. അങ്ങോട്ട് കളിക്കാറുണ്ട്. ഈ നാടകം കളിക്കണമെന്ന് എല്ലായിടത്തും കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പുള്ളിക്ക്. അത് ബുക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ കളിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം സെറ്റ് വിട്ടിട്ടാണ് കളിക്കുന്നത്. അപ്പം മറ്റുള്ളവർ ഒറ്റ നാടകം കളിക്കണത് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വന്ന് അതല്ല, ഇത് മ്യൂസിക്കും സെറ്റും ഒരുപാട് ഇത് ചെയ്ത് അവൻ കറക്റ്റായിട്ട് ചെയ്തു പോയ സാധനം. പക്ഷെ ഇന്ന് ഈ നാടകം കളിക്കാനുള്ള ശക്തി എനിക്ക് പലപ്പോഴും ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുമ്പോഴും എല്ലാം മോനാണ്. അതിൻ്റെ എല്ലാ ഭാഗത്തും മോൻ വരുന്നുണ്ട്. എൻ്റെ ചലനത്തിന് അവൻ്റെ ഭാഷയിലൊക്കെ മോനാണ്. 6 റോൾ ചെയ്തേക്കുന്നത് മോനാണ്. അതിലെ ഫീമെയിൽ ഒഴിച്ചിട്ട് 6 റോളും നവാസാണ് ചെയ്തേക്കുന്നത്. 6 റോളും വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഒരു സിനിമ എഴുതിയിട്ട് തീർത്ത് വെച്ചിട്ടുണ്ട്. ഒരു നാടകം എഴുതി തുടങ്ങി എനിക്ക് വേണ്ടി. അതിൻ്റെ കഥയൊക്കെ എന്നോട് പറഞ്ഞതാണ്. അപ്പം തുടങ്ങാമെന്നൊക്കെ പറയാം. അപ്പോൾ ഈ സിനിമയൊക്കെ ഒന്ന് കഴിയിട്ട് ഇപ്പം നമുക്കത് തുടങ്ങാം, 2ാമത്തെ ഇറക്കാം നമുക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞു. അതിപ്പോൾ പടം എഴുതി തീർത്ത് വെച്ചിരിക്കുകയാണ്. അത് സിനിമാ ഫീൽഡിലുള്ള പലർക്കും അറിയാം. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. ഇല്ല, അങ്ങനെ ഒരു ഇത് ചെയ്യാൻ മോൻ താല്പര്യമായിട്ടൊക്കെ തുടങ്ങിയതാണ്. അപ്പോഴത്തേനും മോൻ പോയി. നമ്മൾ ആരെക്കൊണ്ട്, നമുക്കൊന്നും ഈ ഫീൽഡിൽ എനിക്കൊന്നും ആരെയും പരിചയമില്ല. ഇവരെയൊക്കെ അറിയാം, നവാസിൻ്റെ കൂട്ടുകാർ ഇവരെയൊക്കെ അറിയാം. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പോകാൻ അങ്ങനെയൊക്കെ മോന് ഇഷ്ടമല്ല. ഒരാളുടെ നവാസിനെ അങ്ങനെ പോയാൽ ഒരു സ്ഥലത്ത് പോയി ചോദിക്കുക, അങ്ങനെ ചെയ്യുക, അതൊന്നും ഒരിക്കലും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ പോകരുത്. അങ്ങനെ ചെയ്യുന്ന ആൾ ഒരിക്കലും ചോദിക്കില്ല. കുടുംബത്തിലാണേലും സിനിമ ഇൻഡസ്ട്രിയിലാണേലും നികത്താൻ ഇല്ല, ആരുമില്ല. കുടുംബത്തിന് കൂടുതൽ ബലവും ശക്തി ഉണ്ടാവട്ടെ ഈ ഒരു ഫേസ് കടന്നു പോകാനായിട്ട് എല്ലാ പ്രാർത്ഥനയും. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.